ണ്ട് സ്വർണ്ണ പള്ളി വളർത്ത അധിപതിയായിട്ട് കരിപ്പുഴച്ചാത്തൂരിന്റെ ആശൻപാട്ട് വടക്ക് പൊങ്ങാട്ട് വടക്ക് നീച്ചയായിട്ട് മാതാ നിലന്നു ദേവറാക്കുന്നതിനും മണത്തര തട്ടിற்கு അധിപതിയായിട്ടും മാതാവിന്റെ വിളിച്ചത്തോട് വസന്തേക്ക് മാതാവിന്റെ ആചരണമാക്കുന്നതിനും കൊണ്ടുകൂട്ടി തറവാട്ട് പാരമ്പര്യ സന്താനങ്ങള് കൊണ്ടുകൽപ്പിച്ചു ഒരു പ്രാർത്ഥനാ ഫലവത്താക്കി മാതാവ് വാങ്ങിച്ചു ദേവറാക്കര് മാതാവിന്റെ കരിപ്പുറമ്പേട്ട് മാതാവ് എടുത്തു നീ ശിശുലംബങ്ങള് നിയമങ്ങള് വാങ്ങി നീച്ചു ഐശ്വര്യപൂർണ്ണമാക്കുന്ന ഫലത്തോടും കൂടി എന്റെ ശ്രീ മഹാതലച്ചന്റെ വിഷാദത്തിന്റെ മിത്രവും കൂടി കർമ്മത്തിൽ വിഘ്നമരാക്കണം. ശ്രീ മഹേശ്വരൻ്റെയും ശ്രീ പാർവതിയുടെയും ബലിബിംബങ്ങളും മുതിരേരിവാളും ഭണ്ണാരം എഴുന്നള്ളത്തും അക്കരെ സന്നിധാനത്തെത്തി. അക്കരെ കൊട്ടിയൂരിൽ നിത്യപൂജകൾ തുടങ്ങി. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിൽ ഭണ്ണാരം എഴുന്നള്ളത്ത് എത്തിയത്. മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഊരാളന്മാരുടെയും അടിയന്തര യോഗത്തിൻ്റെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങളുടെ ഘോഷത്തോടെ ഭക്തമനസ്സുകളുടെ ഓങ്കാരം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ സ്വർണ്ണകുംഭങ്ങളും വെള്ളികുംഭങ്ങളും കലശപാത്രങ്ങളും തിരുവാഭരണവും അടങ്ങിയ ഭണ്ണാരവും വെള്ളിവിളക്കുകളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും എഴുന്നള്ളിച്ച് കൊട്ടിയൂരിലേക്ക് വരുന്നതാണ് ഭണ്ണാരം എഴുന്നള്ളത്ത്. ശില കണ്ടു നിന്നു ശ്രീ ചൊരിയുന്നൊരാശില കണ്ടു നിന്നു കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂർ. മണത്തണയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേക പൂജകൾ കഴിഞ്ഞതിന് ശേഷം അടിയന്തര യോഗം ചേരുന്നതോടുകൂടിയാണ് കരിമ്പനക്കൽ ഗോപുരത്തിൽ ഭണ്ണാരം എഴുന്നള്ളത്തിനായുള്ള ചടങ്ങുകൾ തുടങ്ങിയത്. ഭണ്ണാരം എഴുന്നള്ളത്തിന് മുന്നോടിയായി ഉച്ചയ്ക്ക് യോഗി സമുദായത്തിൽപ്പെട്ടവരുടെ നേതൃത്വത്തിൽ പൂതനാക്കോലിലെ മരച്ചുവട്ടിൽ യോഗിയൂട്ട് എന്ന ചടങ്ങ് നടന്നു. തുടർന്ന് കലശം വരവ് എന്ന ചടങ്ങ് നടന്നു. പെരുവണ്ണാൻ കാവ് തീണ്ടി കരിമ്പനക്കൽ ഗോപുരത്തിലെത്തി അനുമതി നൽകിയതോടെയാണ് ഭണ്ണാരം എഴുന്നള്ളത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയത്. കലശസ്ഥാനത്ത് നിന്ന് ശ്രീ ഭഗവതി ഗോപുര നടയിൽ എത്തിച്ചേരുന്നു. സമുദായിയെയും മണാളിനെയും ആചാരപൂർവ്വം വിളിച്ച് ഭണ്ഡാര അറയുടെ താക്കോൽ കൈമാറുന്നു. ഭഗവതിയുടെ കോലമഴിക്കുന്നതോടെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ 3 വാളുകളും കരിമ്പനക്കൽ ഗോപുരത്തിലെത്തുന്നു. സമുദായിയുടെയും ഊരാളന്മാരുടെയും സാന്നിധ്യത്തിൽ ഗോപുരത്തിലെ നിലവറ തുറക്കുന്നു. ഏഴിലക്കാർ ഭണ്ണാര അറ തുറന്ന് സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, തിരുവാഭരണങ്ങൾ, സ്വർണ്ണഗോളക, പൂജാപാത്രങ്ങൾ, വെള്ളിവിളക്ക് തുടങ്ങിയവ പുറത്തെടുക്കുന്നു. പഞ്ചഭൂതങ്ങളും അഷ്ടവസുക്കളും പഞ്ചാക്ഷരി മന്ത്രമോതും തിരുമുമ്പിൽ വന്നങ്ങണഞ്ഞു ഞാനെൻ്റെ ദേവ, വന്നങ്ങണഞ്ഞു ഞാനെൻ്റെ ദേവ. കണക്കപ്പിള്ള ഭണ്ണാരം കണക്ക് നോക്കി നിജപ്പെടുത്തി പൂതനാക്കോൽ തറയിൽ നിരത്തി വെച്ചതിന് ശേഷം പ്രത്യേക പൂജകൾ നടക്കുന്നു. പിന്നെ ഭണ്ണാരം എഴുന്നള്ളത്ത് തുടങ്ങുകയായി. കാട്ടിനടുവിലെ കൽത്തറയിൽ ഏറ്റവും മുന്നിൽ സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങളും തുടർന്ന് തിരുവാഭരണ ചെപ്പ്, വെള്ളിവിളക്ക്, ചപ്പാരം ഭഗവതിയുടെ വാളുകൾ, പിന്നിലായി 2 ഗജവീരന്മാരും വാദ്യഘോഷങ്ങളും എന്നതാണ് ഭണ്ണാരം എഴുന്നള്ളത്തിൻ്റെ ചിട്ട. കൊട്ടിയൂരിലേക്കുള്ള യാത്രയിൽ 5 വാളാട്ടം നടന്നു. അർദ്ധരാത്രിയോടെ ഇക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്ന ഭണ്ണാരം എഴുന്നള്ളത്ത് മുതിരേരിവാൾ, ശ്രീ മഹാദേവൻ്റെയും ദേവിയുടെയും ബലിബിംബങ്ങൾ എന്നിവയുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു. അക്കരെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്ന ബലിബിംബങ്ങളും വാളുകളും ഭണ്ണാരവും തന്ത്രിമാരും സ്ഥാനികരും ചേർന്ന് ഏറ്റുവാങ്ങി. രാവിലെ തിടപ്പള്ളിയിൽ നിവേദ്യത്തിനായുള്ള അരിയളവ് നടന്നു. തുടർന്ന് വെള്ളിക്കുടം കൊണ്ട് അഭിഷേകം നടന്നു. വെള്ളിക്കുടം അഭിഷേകം, ഉഷപൂജ, പന്തീരടി പൂജ, 1000 കുടം അഭിഷേകം, തിരുവത്താഴ പൂജ, ശീവേലി, ശ്രീഭൂതബലി എന്നിങ്ങനെയാണ് സാധാരണ ദിവസങ്ങളിലെ പൂജകൾ. ചൊവ്വാഴ്ച രാവിലെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിലെ ആദ്യ ശീവേലി നടന്നു. ഭണ്ണാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിലെത്തി നിത്യപൂജകൾ തുടങ്ങിയതോടെ കൊട്ടിയൂരിലേക്കുള്ള ഭക്തജന പ്രവാഹവും കൂടി. മലയടിച്ചു കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ. ശ്രീകോവിലില്ലാതെ
സോപാനമില്ലാതെ ശ്രീ ചൊരിയുന്നൊരാ ശില കണ്ടു നിന്നു, ശ്രീ ചൊരിയുന്നൊരാ ശില കണ്ടു നിന്നു. കേട്ടറിഞ്ഞെത്തി ഞാൻ കൊട്ടിയൂരിൽ കൊടും കാട്ടിൻ നടുവിലെ കൽത്തറയിൽ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.